നഗരസഭാ കൗൺസിലർ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിലിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. സാമ്പത്തിക ബാധ്യതകൾ അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായി കലാരാജുവിന്റെ സംഭാഷണത്തിലുണ്ട്. കൂറുമാറാൻ കലാരാജുവിന് സാമ്പത്തിക സഹായം കോൺഗ്രസ് നൽകിയെന്നായിരുന്നു CPMന്റെ ആരോപണം. ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താണ് അവരുടെ ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവരെക്കാളും കൂടുതൽ നമുക്ക് ചേച്ചി ഒരു ആരോട് 10 രൂപ ചോദിക്കുന്നില്ല, അങ്ങനെയും ചോദിച്ചില്ല. അതല്ല ഇതൊക്കെ കഴിഞ്ഞത് നമ്മള് സമൂഹം ഞാൻ എന്റെ വീട്ടില് അമ്മ ഓപ്പറേഷൻ ചെയ്തു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത ഇതൊക്കെ ആൾക്കാർക്ക് സംശയത്തിന് അപ്പൊ ഇവിടുന്ന് ഒരു കോള് പറയരുത്. അത്ര ചേച്ചി ഒരു നിമിഷം ഈ ഒരു ചേച്ചി ചേച്ചി ഇന്നൊരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് മാത്രം ചേച്ചി ചെയ്യുന്നില്ല, അല്ലാണ്ട് ചേച്ചിയോട് ആത്മാർത്ഥതയോ എനിക്ക് ചേച്ചിയെ വിലക്കെടുക്കുക ചെയ്തേ ഒന്നുമല്ല. അവരുടെ കൂടെ എത്രയോ വർഷമായത് TNJP കൂടെ എത്ര വർഷമായിട്ട്. ഇന്നും കലാരാജുവിന്റെ മൊഴിയെടുക്കാൻ സാധ്യതയില്ല. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, വലിയ ആരോപണങ്ങളിലേക്ക് പോകുമ്പോൾ രഹസ്യമൊഴിയെടുക്കൂ, അതിന് വെല്ലുവിളിക്കുകയാണ് എന്നാണ് CPM പറഞ്ഞത്. മുടിയിൽ കുത്തിപ്പിടിച്ചു, സാരി വലിച്ചു കീറി, കാല് വലിച്ചടച്ചു, നെഞ്ചുവേദനയുണ്ടായി, ഇത്തരം വളരെ മോശമായ അവസ്ഥയിലാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ ഇതുമായിട്ടൊന്നും ചേർന്നു പോകാത്ത ദൃശ്യങ്ങൾ CPM പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നു. ഏത് രീതിയിലാണ് അടപടലം പൊളിയുന്നത് കലാരാജുവിന്റെ വാദങ്ങൾ? ഡാനി പോളിലേക്ക് ചേരാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൂത്താട്ടുകുളത്ത് നഗരസഭാ കൗൺസിലർ കലാരാജു CPMന്റെ ഓഫീസിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ്. തന്നെ ഓഫീസിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടാണ് പോയത്, കാറിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടാണ് പോയത്. കഴുത്തിൽ കുത്തിപ്പിടിച്ചു, വസ്ത്രം വലിച്ചു കീറാൻ നോക്കി, മുടി കുത്തിപ്പിടിച്ചു, കാല് വലിച്ചടച്ചു, മുറിഞ്ഞു. അങ്ങനെ ഭക്ഷണം പോലുമില്ലാതെ താൻ അവിടെ ഇരിക്കേണ്ടതായി വന്നു. ഒടുവിൽ വീട്ടിന് മുന്നിൽ ഇറക്കിയിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ രഹസ്യമൊഴി നൽകട്ടെ, ഇത് അന്വേഷണം നേരിടാമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഡാനി പോൾ, ഈ ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ വലിച്ചിടച്ചു കൊണ്ടുപോയ ഒരാൾ CPMന്റെ പാർട്ടി ഓഫീസിലിരുന്ന് വളരെ ലാഘവത്തോടുകൂടി വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നാണോ? വാദങ്ങൾ അടപടലം പൊളിയുന്നോ? അപർണ, ഏതാണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ, ഇതിൽ പല കാര്യങ്ങളും തന്നെ പറഞ്ഞിരുന്നു. പാർട്ടി ഓഫീസിൽ വെച്ച് തനിക്ക് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റു, തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, മാനസികമായ ക്ഷതങ്ങൾ ഏൽപ്പിച്ചു, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാം കലാരാജു അവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം. അത് മാത്രവുമല്ല, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു വിശദാംശങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ തന്നെ CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് കലാരാജുവും കോൺഗ്രസുമായി ചേർന്നുണ്ടാക്കിയ ഒരു കരാർ, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, അവർക്ക് ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു കൊള്ളാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലേക്ക് അവർ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങളെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലേക്കാണ് അവരുടെ സംഭാഷണങ്ങൾ. ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ഏതെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ പരിശോധന നടത്താമെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ കലാരാജു അതിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, സാമ്പത്തികമായിട്ട് ഈ ബാങ്കുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കാമെന്നൊരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്
എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് കലാരാജുവിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് CPM ഉയർത്തുന്ന ആക്ഷേപങ്ങളോട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. ഈ രീതിയിലുള്ള ഒരു ഇടപാടുകളാണ് ഇതിന് പിന്നിലെന്നാണ് CPM ആക്ഷേപിക്കുന്നത്. അത് അത്തരത്തിലുള്ള ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്, കോൺഗ്രസുമായി സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ സമർത്ഥിക്കുന്ന കാര്യങ്ങളാണ് കലാരാജു തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമായി ഉയർന്നിരുന്നത് ഈ പാർട്ടി ഓഫീസിനകത്ത് വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ അവർക്ക് നേരിട്ടു എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വരുന്നത് അവർ കൃത്യമായ ഓഫീസിനകത്ത് അവരോട് സംസാരിച്ചിരിക്കുന്ന രീതി തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യം ആ സമയത്ത് പുറത്തു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM-നെ ഇത് പ്രതിരോധിക്കേണ്ടി വരുമായിരുന്നില്ല. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. ഈ ദൃശ്യം CPM പാർട്ടി ഓഫീസിനകത്ത് തന്നെയുള്ള ദൃശ്യം ഇതുവരെ CPM പുറത്തുവിടാതിരിക്കുക, ചർച്ചകളിലടക്കം സഖാവ് കല ഈ തെറ്റിദ്ധാരണ മാറ്റി തിരിച്ചു വരുമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുഖമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ രഹസ്യമൊഴി കൊടുക്കാൻ നീണ്ടുപോകുക? നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നം എന്നുള്ള ഒരു വാദം അതിനകത്ത് പറയുക, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുക. CPM-ന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ? ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് രഹസ്യമൊഴി നൽകാനുള്ള ഒരു നീക്കം അത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തന്നെ ഈ രഹസ്യമൊഴി നൽകും എന്ന് പറയുമ്പോഴും അത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയിരുന്നു. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രഹസ്യമൊഴി നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോഴും അത്തരൊരു മൊഴിയിലേക്ക് നൽകിയിട്ടില്ല. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് നീണ്ടുപോവുകയും ചെയ്യുകയാണ്. അവർ ഇന്നും കോടതിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാം പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു ദിവസത്തേക്കാകാം എന്നതെല്ലാം പറയുന്നു. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും അത് പുറത്തു വന്നിരിക്കുന്നു. ഇത്